ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നമ്മൾ NCERT സീരീസിൻ്റെ 5ാമത്തെ പാർട്ട് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 4 പാർട്ടുകൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട NCERT +1 +2 ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 4 പാർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സിൻ്റെയും അവസാനമായിട്ട് കുട്ടികൾ ചോദിക്കാറുണ്ട്, എവിടെയാണ് മറ്റ് 4 പാർട്ടുകൾ എവിടെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊരു കണ്ടിന്യൂഷൻ കിട്ടാനായിട്ട് ജോഗ്രഫിയുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. എൻട്രിയിൽ ജോഗ്രഫിയുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പം എൻ്റെ ഫേസ് വെച്ചുകൊണ്ടുള്ള ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഇന്ത്യൻ ജോഗ്രഫി. ഈ ചോദ്യങ്ങളൊക്കെ PSC എവിടെ നിന്ന് പൊക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ NCERT സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇതായിരിക്കും തംബ്നെയിൽ, ആ വീഡിയോയുടെ തംബ്നെയിൽ ഇതായിരിക്കും. സെക്കൻഡ് പാർട്ടിൻ്റെ തംബ്നെയിൽ ഇതാണ്. ജോഗ്രഫി PSC അല്പം കടന്ന കൈയാണ് എന്നുള്ള പേരാണ് കൊടുത്തേക്കുന്നത് സെക്കൻഡ് പാർട്ടിന്. ഇതാണ് NCERT സീരീസ് പാർട്ട് 2 എന്ന് താഴെയുണ്ട്. സംശയമുള്ളവർക്ക് തന്റെ ഈ അവസാന ഭാഗം നോക്കാം. അതാണ് പാർട്ട് 2. മൂന്നാമത്തെ പാർട്ട് ഇതാണ്, എല്ലാം NCERT മയം. NCERT സീരീസ് പാർട്ട് 3 എന്ന് ആ ഒരു യൂട്യൂബ് തംബ്നെയിലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പേര്. ഇനി 4ാമത്തെ പാർട്ട് +1 +2 NCERT സീരീസ് പാർട്ട് 4 എപ്പിസോഡ് 4 എന്ന പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 പാർട്ടുകളും കണ്ടിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോ എവിടെയാണ് കിടക്കുന്നത്, ഈ വീഡിയോയുടെ തംബ്നെയിൽ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു അതിൻ്റെ പടം ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ +2 ബുക്കിലേക്ക് കിടക്കുകയാണ്. NCERT സീരീസ് എന്ന് പറയുമ്പോൾ +1 ജോഗ്രഫി ടെക്സ്റ്റ് ഉണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയുടെ കുറച്ച് പാഠങ്ങൾ +1 ടെക്സ്റ്റ് കിടപ്പുണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയുടെ തന്നെ മറ്റു കുറച്ച് പാഠങ്ങൾ +2 ബുക്കിൽ കിടപ്പുണ്ട്. നമ്മൾ +1 ബുക്കിനകത്തുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 4 പാർട്ടിലും ഡിസ്കസ് ചെയ്തത്. +1 ബുക്കിനകത്തുള്ള നമ്മുടെ പാഠങ്ങളിലെ ആ പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ 4 എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ വീഡിയോസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് തൊട്ട് നമ്മൾ +2 ബുക്കിലേക്ക് കയറുകയാണ്. +2 ബുക്കിൻ്റെ പേര് ഇതാണ്. +2 ജോഗ്രഫി ബുക്ക് അതിൻ്റെ പേരാണ്. നമുക്ക് പഠിക്കാനുള്ള സിലബസ് വരുന്നത് ഈ ഒരു ബുക്കിലാണ്. ജനങ്ങൾ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട് നമുക്ക് +2 ജോഗ്രഫിക്ക് വേണ്ടി. ആ ബുക്കിനകത്താണ് നമ്മുടെ സിലബസിനകത്തുള്ള കണ്ടന്റുകൾ കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കൃഷി, ഭൂവിഭവങ്ങളും കൃഷിയും എന്ന് പറയുന്ന പാഠം, അതുപോലെ തന്നെ ധാതുക്കളും ഊർജ വ്യവസായങ്ങളും എന്ന് പറയുന്ന പാഠം. ഈ 2 പാഠങ്ങളിൽ നിന്നുള്ള ഭൂവിഭവങ്ങളും കൃഷിയും അതുപോലെ തന്നെ ധാതുക്കളും ഊർജ വിഭവങ്ങളും ഈ 2 പാഠങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട്? അടുത്ത ക്ലാസ്സിൽ നമ്മൾ വ്യവസായങ്ങൾ, ഉൽപ്പാദന വ്യവസായങ്ങൾ നമ്മൾ നോക്കും. അതിനടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗതാഗതവും വാർത്താവിനിമയം, അതിനകത്ത് ഗതാഗതമാണ് നമ്മുടെ LDCയുടെ സിലബസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. LGSന്റെ വാർത്താവിനിമയം കൂടിയുണ്ട്. നമുക്ക് LDCക്ക് ഗതാഗതം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഈ 2 പാഠങ്ങൾ കൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ +1 +2 ബുക്ക് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിക്ക് വേണ്ടിയുള്ള +1 +2 സീരീസ് കംപ്ലീറ്റ് ആക്കും. ഓക്കെ അല്ലേ? അതിനുശേഷം നമുക്ക് വേൾഡ് ജോഗ്രഫി സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 വീഡിയോസിലൂടെ ഇന്ത്യൻ ജോഗ്രഫിയുടെ NCERT സീരീസ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. നിങ്ങൾ എക്സാമിന് മുമ്പ് നിങ്ങൾ +1 +2 ബുക്ക് വായിച്ചില്ല അല്ലെങ്കിൽ തീർക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം നിങ്ങൾക്കുണ്ടെങ്കിൽ, എക്സാമിന് മുമ്പ് കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടി, കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളൂ, നിങ്ങൾ +1 +2 ബുക്കുകളൊന്നും വായിച്ചിട്ടില്ല, അപ്പോൾ അങ്ങനെ ഒരു സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ 6 വീഡിയോസ് കണ്ടാൽ മതി. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടും. നമുക്കൊരു എന്താണ് എല്ലാം കൂടെ പെട്ടെന്നൊന്ന് പഠിച്ച് തീർക്കാം എന്നുള്ള ഒരു ഉദ്ദേശം. ഈ 6 പാഠങ്ങൾ എടുത്തിട്ട് വായിക്കുന്നതിന് നല്ലതല്ലേ ഈ ക്വസ്റ്റ്യൻസ് കണ്ടെന്ന് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു റിവിഷന് വേണ്ടി ഉപകാരപ്പെടും. അങ്ങനെ വായിച്ചു പോകുന്നത് ഒരു റിവിഷന് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുതന്നെയായിരുന്നു എൻ്റെ ഈ ഒരു സീരീസിൻ്റെ ഉദ്ദേശവും. കാരണം വരുന്ന PSC എക്സാംസൊക്കെ നിങ്ങൾക്കറിയാം ഏത് ലെവലിലേക്കാണ് എക്സാംസിൻ്റെ ഒരു ചോദ്യങ്ങളുടെ നിലവാരം മാറിയിട്ടുള്ളത് എന്ന് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ +1 ഹയർ സെക്കൻഡറി ബുക്കുകളൊക്കെ വായിച്ച് തീർത്തു പോകുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ കൊണ്ടൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല. അപ്പോൾ അത് ഓൾറെഡി വായിച്ച് അതിൻ്റെ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുള്ള എന്നെ സംബന്ധിച്ച് എനിക്ക് എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് തരുവാണ്. നിങ്ങൾ ഈ വീഡിയോസ് കാണുക. ഇത് 5ാമത്തെ എപ്പിസോഡാണ്. ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ കംപ്ലീറ്റ് ആക്കും. 1 അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ 2 ചോദ്യങ്ങളുടെ എണ്ണം പോലെ ഇരിക്കും. മാക്സിമം 1 2 മാക്സിമം 2 കേട്ടോ. 2 വീഡിയോസിനുള്ളിൽ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ NCERT സീരീസ് കംപ്ലീറ്റ് ആക്കും. അതിനുശേഷം നിങ്ങളുടെ LDCക്ക് വേണ്ടി വേൾഡ് ജോഗ്രഫി നമ്മൾ നോക്കും. നമുക്ക് കേരള ജോഗ്രഫി NCERT +1 +2 ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഇവിടെ ചെയ്യുന്നില്ല. കേരള ജോഗ്രഫി +1 +2 നമുക്ക് പഠിക്കാനില്ല, NCERTക്കകത്ത് പഠിക്കാനില്ല. ഇന്ത്യൻ ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയും മാത്രമേ ഹയർ സെക്കൻഡറി ബുക്കുകളുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു NCERT സീരീസിൻ്റെ ഉദ്ദേശം. എന്തായാലും
തുടങ്ങിയതുപോലെ തന്നെ തുടങ്ങിയ ആ ഒരു ആവേശത്തിൽ തന്നെ എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള കാര്യം. ഇനി എക്സാമിന് 2-3 മാസങ്ങൾ കൂടി മുമ്പിലുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ബാക്കിയുള്ള വേൾഡ് ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ കൂടി ലെസൺസ് ബേസ് ചെയ്തുള്ള ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ കൂടി എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പറ്റട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാണ്. നമ്മളൊരു 10-11 ചോദ്യങ്ങളാണ് എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നത്. ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഈ ചോദ്യം ഒരു ഡിഗ്രി ലെവൽ എക്സാമിനും അതേപോലെ തന്നെ ഒരു +2 തലത്തിലുള്ള പരീക്ഷയ്ക്കും ഈ ഒരു ചോദ്യം ചോദിച്ചാണ്. ഡിഗ്രി ലെവലിലെ പ്രിലിംസിനും പിന്നെ ഒരു +2 ലെവൽ മെയിൻസിനും ചോദിച്ച ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ മൃദുധാന്യങ്ങൾക്ക് ഉദാഹരണം ഏത്? അല്ലേ, ധാന്യങ്ങൾ ധാരാളം കൃഷി ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ധാന്യങ്ങൾ, ഫുഡ് ഗ്രെയിൻസ് അല്ലേ, ധാന്യങ്ങൾ ധാരാളം കൃഷി ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഈ ധാന്യങ്ങളെ തന്നെ 2ആയി തരംതിരിക്കാം. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ധാന്യങ്ങളെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് മൃദുധാന്യങ്ങൾ, ഇംഗ്ലീഷിൽ ഫൈൻ ഗ്രെയിൻസ് എന്ന് പറയും, ഫൈൻ ഗ്രെയിൻസ്. ഓക്കെ, രണ്ടാമത്തത് പരുക്കൻ ധാന്യങ്ങൾ, രണ്ടാമത്തത് പരുക്കൻ ധാന്യങ്ങൾ. ഇവയെ നമ്മൾ കൊയേഴ്സ് ഗ്രെയിൻസ് എന്ന് വിളിക്കും. ഡിഗ്രിയിൽ പോലെ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഒരു സൈഡ് ഇംഗ്ലീഷ് ആണെങ്കിൽ അടുത്ത സൈഡ് മലയാളമാണല്ലോ. അപ്പോൾ ഈ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവർ തയ്യാറാക്കുന്നത് എന്നുള്ളൊരു സൂചന നമുക്കന്ന് കിട്ടി. ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ചോദ്യകർത്താവ് തയ്യാറാക്കുന്നുള്ളൂ ഡിഗ്രിയിലുള്ള പരീക്ഷകൾക്ക്. അതിൻ്റെ ഒരു സൂചന നമുക്ക് കിട്ടിയിരുന്നു. കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫൈൻ ഗ്രെയിൻസ് ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ ഫൈൻ ഗ്രെയിൻസ് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ വന്നത് ഇന്ത്യയിലെ നല്ല ധാന്യങ്ങൾ ഏതെല്ലാം വന്നായിരുന്നു. നല്ല ധാന്യങ്ങൾ എന്ന് പറഞ്ഞൊരു ധാന്യമില്ല. ഫൈൻ ഗ്രെയിൻസിൻ്റെ കൃത്യം മലയാളം ട്രാൻസ്ലേഷൻ മൃദുധാന്യം എന്നാണ്. പക്ഷേ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഫൈൻ എന്നുള്ളത് നല്ലതായിട്ട് പുള്ളിക്കാരന് തോന്നി ഗൂഗിളിന്. അങ്ങനെ ഗൂഗിൾ ഇന്ത്യയിലെ നല്ല ധാന്യങ്ങൾ ഏത് എന്നാണ് മലയാളം ട്രാൻസ്ലേഷൻ വന്ന ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. പിള്ളേരെല്ലാം ആകെപ്പാടെ വിഷമിച്ചു. നല്ല ധാന്യങ്ങൾ എന്ന് പറഞ്ഞൊരു ധാന്യം പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ നല്ലതും ചീത്തയും ആയിരിക്കുമോ ധാന്യങ്ങൾ? അങ്ങനെയില്ല, മൃദുവും പരുക്കനുമാണ്. ഫൈൻ എന്നുള്ളതിൻ്റെ മലയാളം കൃത്യം ട്രാൻസ്ലേഷൻ മൃദുവാണ്, കോഴ്സ് എന്നുള്ളത് പരുക്കനാണ്. ഈ മൃദുധാന്യങ്ങൾക്ക് 2 എക്സാമ്പിളെ നമ്മുടെ എക്സാം ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. 2 എക്സാമ്പിൾ മൃദുധാന്യങ്ങൾക്ക് ഏതെല്ലാമെന്ന് പറയാമോ? നെല്ലും ഗോതമ്പും മാത്രമാണ് മൃദുധാന്യങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഏതെല്ലാമാണ്? നെല്ലും ഗോതമ്പും മാത്രമാണ് മൃദുധാന്യങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. നെല്ലും ഗോതമ്പും മാത്രം. പരുക്കൻ ധാന്യങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ബജ്റ, ജോവർ, റാഗി, ചോളം. അതെല്ലാം ഇല്ലേ, മനസ്സിലായോ? ബജ്റ, ജോവർ, റാഗി, അതുപോലെ ചോളം, ഇതെല്ലാം പരുക്കൻ ധാന്യങ്ങൾക്ക് എക്സാമ്പിളായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇത്രയുള്ള എക്സാമ്പിൾസ് ആകെപ്പാടെ. മൃദുധാന്യങ്ങളുടെ പേരിൽ 2 എക്സാമ്പിൾ ബുക്കിനകത്ത് നെല്ല്, ഗോതമ്പ്, പരുക്കൻ ധാന്യങ്ങൾ ബജ്റ, ജോവർ, റാഗി, അതുപോലെ തന്നെ ചോളം, എല്ലാം ഈ 4 എന്നിട്ട് എക്സെട്ര ഇട്ടേക്കുവാണ്. ഇത്രയാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ചോദ്യത്തിനകത്ത് ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണും അല്ലേ. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ മൃദുധാന്യങ്ങൾക്ക് എക്സാമ്പിൾ ഏതാണ് ആൻസർ? നെല്ല്, ഗോതമ്പ് എന്നിവ മാത്രമാണ് ഇന്ത്യയിലെ കൃഷി ചെയ്യുന്ന ധാന്യങ്ങളിൽ മൃദുധാന്യങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്നത്, അല്ലെങ്കിൽ ഫൈൻ ഗ്രെയിൻസ് എന്ന ഗണത്തിൽപ്പെടുന്നത്. ഫൈൻ ഗ്രെയിൻസ്, മൃദു എന്ന് പറയുമ്പോൾ ഫൈൻ ഗ്രെയിൻസ് ആണ്. ഫൈൻ എന്ന് പറഞ്ഞാൽ നല്ല ധാന്യം എന്നല്ല, മൃദുധാന്യം എന്നാണ് കേട്ടോ, പഠിച്ചു വെച്ചോണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ് നമ്മൾ 2 പാഠങ്ങളിൽ നിന്ന് നോക്കുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ 4 പാർട്ടിൻ്റെ തംബ്നെയിൽ എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, ഗോതമ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഈ ഒരു 4 ഓപ്ഷനകത്ത് ഗോതമ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താം. നമുക്ക് നോക്കാം. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ഗോതമ്പ് കൃഷിക്ക് ആവശ്യമാണ്. ശരിയായ പ്രസ്താവനയാണോ? 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ശരിയാണ്. ഗോതമ്പുമായി ബന്ധപ്പെട്ട കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ താപനില ഗോതമ്പിന്റെ വിളയിറക്കൽ കാലഘട്ടത്തിൽ 10 ഡിഗ്രിയും വിളവെടുപ്പ് കാലഘട്ടത്തിൽ 26 ഡിഗ്രിയും. അതുകൊണ്ടാണ് 10 തൊട്ട് 26 എന്നൊരു ഒരു മാർജിൻ ലൈൻ അവിടെ തന്നേക്കുന്നത്. മനസ്സിലായോ? ഈ വിത്തിടുന്ന കാലം ഉണ്ടല്ലോ, വിള ഇറക്കുന്ന കാലം, അപ്പോൾ ഒരു 10 15 ഒക്കെ മതി. ഈ വിളവെടുക്കുന്ന കാലം ഉണ്ടല്ലോ, അപ്പോൾ ഒരു 24 26 നമുക്ക് വേണം. മനസ്സിലായോ? അത്ര ആവും ആ ഒരു. കാരണം ഇത് വിത്തിടുന്നത് ശൈത്യകാലത്താണ്. ഗോതമ്പ് ഒരു റാബി വിളയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. റാബി വിളകൾ എന്ന് വെച്ചാൽ ശൈത്യകാല വിളകൾ, അതായത് ശൈത്യകാലത്ത് വളരുന്ന വിളകളാണ്. അപ്പം ഗോതമ്പിന്റെ വിത്തിടുന്ന കാലഘട്ടം അത്യാവശ്യം ശൈത്യകാലമാണ്. ഇത് വിളവെടുക്കുന്നത് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു ചൂട് കാലത്തോടനുബന്ധിച്ച സമയത്താണ് ഈ വിളവെടുക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ 10 തൊട്ട് 26 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുകാലം തുടങ്ങുന്ന സമയത്താണ് വിളവെടുക്കുന്നത്. അപ്പം അത് ഉണ്ടോ, താപനില അവിടെ ഉയർന്നു. ഇതേ നെല്ലിന്റെ കേസിനകത്ത് വരുവാണെങ്കിൽ, നെല്ലിന്റെ കേസിന് വന്നാൽ നെല്ലിന് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വേണം. അപ്പോൾ ഇതോട് കമ്പയർ പഠിച്ചോണം, ഗോതമ്പ് നെല്ലും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ചോണം. നെല്ലിന് 26 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ
താപനില വേണം. 24 കേട്ടോ, 26 24 മുകളിൽ താപനില വേണം. അത് വിത്ത് ഇറക്കുന്ന കാലമായിക്കോട്ടെ വിളവ് എടുക്കുന്ന കാലമായിക്കോട്ടെ, എന്തായാലും പുസ്തകത്തിൽ 24 ഡിഗ്രിക്ക് മുകളിൽ താപനില വേണമെന്ന് പറയുന്നുള്ളൂ. ഇവിടെ 75 സെന്റിമീറ്റർ മഴയാണ് വേണ്ടത് ഗോതമ്പ് കൃഷിക്ക്. 75 സെന്റിമീറ്റർ മഴയാണ്. നെല്ലിന് അത് നേരെ നമ്മൾ കമ്പാരിസൺ ചെയ്ത് പഠിക്കണം. നെല്ലിന് 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം, 150 സെന്റിമീറ്റർ. അപ്പോൾ ഗോതമ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രസ്താവന ശരിയാണ്, ഒന്നാമത്തെ പ്രസ്താവന. 2, നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യം. നീർവാർച്ചയുള്ള മണ്ണ്, വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യം. ശരിയാണ് അല്ലെ? വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണാണ്, എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യം. ഇനി നെല്ലിന്റെ കാര്യത്തിനകത്തും നെല്ലും ആവശ്യമായിട്ടുള്ള മണ്ണെന്ന് പറയുന്നത് എക്കൽ മണ്ണ് തന്നെയാണ്. നെല്ലിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഇത് തന്നെയാണ്, എക്കൽ മണ്ണ് തന്നെയാണ്. ഗോതമ്പ് ഉൽപാദനത്തിൽ അപ്പോൾ ഇതൊരു പ്രസ്താവന ശരി കേട്ടോ. ഇനി ഗോതമ്പ് ഉൽപാദനത്തിൽ ചൈനയ്ക്ക് പിന്നിലായി 2ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. 2ാം സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത് അല്ലെ ഗോതമ്പ് ഉൽപാദനത്തിൽ. ലോകത്ത് 1ാം സ്ഥാനത്ത് വരുന്നത് ചൈനയാണ്, 2ാം സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത്. നെല്ല് ഉൽപാദനത്തിലും ലോകത്ത് 1ാം സ്ഥാനത്ത് ചൈനയാണ്, 2ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും ഗോതമ്പിന്റെയും നെല്ലിന്റെ ഉൽപാദനത്തിൽ ചൈനയ്ക്ക് പിന്നിലായി 2ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ അത് ഒരു കോമൺ ഫീച്ചറാണ് ഈ 2 പേരുടെയും കേട്ടോ. അപ്പോൾ ഇതും ശരിയാണ്. 4, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. തെറ്റ്. ഭക്ഷ്യവിളകളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നെല്ലാണ് കേട്ടോ. ഇന്ത്യയുടെ മൊത്തം ഭക്ഷ്യധാന്യങ്ങളിൽ 25%, ശ്രദ്ധിച്ച് കേട്ടോണം, പുസ്തകത്തിൽ തന്നിട്ടുള്ള പെർസെൻറ്റേജ് ആണ്, 25% നെല്ലാണ്, 14% ഗോതമ്പ് വരുന്നത്. 2ാം സ്ഥാനത്ത് ഗോതമ്പ്, 14% ഗോതമ്പ് വരുന്നത്. നെല്ല് 25%, മൊത്തം ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ 25% നെല്ലാണ്, 2ാം സ്ഥാനത്ത് 14%, അതാണ് ഗോതമ്പ് വരുന്നത്, മറന്നു പോകരുത് കേട്ടോ. ഇനി ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കാൻ പെട്ടെന്ന് പഞ്ചാബ് എഴുതരുത്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നെല്ലുൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളാണ്. നെല്ലുൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് പശ്ചിമ ബംഗാൾ, മറന്നു പോകരുത്, പശ്ചിമ ബംഗാൾ കേട്ടോ. ഇന്ത്യയുടെ നെല്ലറ എന്ന പ്രദേശം എന്നൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ഭാഗമാണ്. അതുകൊണ്ട് ആന്ധ്ര എന്ന് ഉത്തരം എഴുതി വെക്കരുത്. പുസ്തകത്തിൽ ഈ വർഷത്തെ പുതിയ കണക്കുകളൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ തന്നെയാണ്. ഓക്കെ. ഇനി ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1ാമത് വരുന്നത് അത് ഉത്തർപ്രദേശാണ്, മാറിപ്പോകരുത്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്, 25%, ഓർത്തോണം. ഇന്ത്യയിലെ 2ാമത്തെ മുഖ്യ ഭക്ഷ്യവിള ഗോതമ്പാണ്, 14%. NCERT-ക്കകത്തുള്ള ഫിഗറാണ് 25, 14 ഒക്കെ. ബാക്കി കമ്പയർ ചെയ്ത് ഏതാണ് മണ്ണ്, ഏതാണ് മഴ, എത്രയാണ് താപനില എന്നെല്ലാം ഞാൻ ഈ ഒരു സെക്ഷനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇവിടെ തെറ്റായിട്ട് വന്നേക്കുന്ന പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ആൻസർ കിട്ടി. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഇനി 2, പരുത്തി ഉൽപാദനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്, ഒന്നിലധികം വരും. അപ്പോൾ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്, പ്രസ്താവനയല്ല, പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദക സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതിനകത്ത് ഈ ഒരു പോയിന്റിനകത്ത് വലിയ കൺഫ്യൂഷൻ നേരിടുന്നതാണ് ആളുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദക സംസ്ഥാനമാണ് ഗുജറാത്ത്. 2022-23 കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഈ പരുത്തിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുണ്ട്. ഈ മന്ത്രാലയത്തിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, മഹാരാഷ്ട്രയേക്കാൾ ഒരു പടി കൂടി മുമ്പിൽ പരുത്തി ഉൽപാദനത്തിൽ മുമ്പ് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. പരുത്തി മില്ലുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പരുത്തി മില്ലുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര തന്നെ സ്ഥലമാണ് കൃത്യം പറയേണ്ടത്. ഏറ്റവും കൂടുതൽ പരുത്തി മില്ലുകളുള്ളത് എവിടെയാണ്? മുംബൈയിലാണ്. ഇന്ത്യയുടെ കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ മുംബൈയാണ് കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ പരുത്തി ഏറ്റവും കൂടുതൽ, റോ കോട്ടൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്താണ്. മാറിപ്പോകേണ്ട. 2ാം സ്ഥാനത്താണ് മഹാരാഷ്ട്ര വരുന്നത്. പരുത്തി മില്ലുകൾ കൂടുതൽ ഈ മഹാരാഷ്ട്ര തന്നെയുള്ള മുംബൈയാണ്, അതുകൊണ്ട് കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? അത് മാറിപ്പോരുത്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ പരുത്തി വ്യവസായ കേന്ദ്രം, ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദക സംസ്ഥാനം ഗുജറാത്ത്, 2ാമത്തെ വലിയ പരുത്തി ഉൽപ്പാദക സംസ്ഥാനം മഹാരാഷ്ട്ര, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി വ്യവസായ കേന്ദ്രം, ഇനി വ്യവസായ കേന്ദ്രമാണ് മുംബൈ, ഇന്ത്യയിലെ 2ാമത്തെ വലിയ പരുത്തി വ്യവസായ കേന്ദ്രം അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദ്. മാറിപ്പോരുത്. ഈ 2 ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്, 2ാമത് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി വ്യവസായ കേന്ദ്രം, ഉൽപ്പാദകല്ല വ്യവസായ കേന്ദ്രം മുംബൈയാണ്, കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ 2ാമത്തെ വലിയ പരുത്തി വ്യവസായ കേന്ദ്രം അഹമ്മദാബാദാണ്. ഓക്കെ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നും ഇന്ത്യയുടെ ഡെനിം സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ അഹമ്മദാബാദാണ്. ഓക്കെ. ഇനി മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ അളവിലുള്ള വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. ശരിയാണ്. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം, ഇതിന്റെ വളർച്ചാകാലത്ത് എവിടെയും, ആ കാലഘട്ടത്തിൽ എവിടെയും മഞ്ഞുവീഴ്ച ഉണ്ടാവരുത്. 20 തൊട്ട് 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിന് താപനില വേണം. ചെറിയ തോതിലുള്ള മഴ,
കേട്ടോ. ഈ പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. ഇത് രണ്ടും ശരിയാണ്. ഇനി 3, സുവർണ്ണ നാര് എന്നാണ് പരുത്തി അറിയപ്പെടുന്നത്. തെറ്റ്. സുവർണ്ണ നാര്, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ജൂട്ടാണ്, ചണമാണ്. പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത്. സുവർണ്ണ നാര്, ഗോൾഡൻ ഫൈബർ ചണമാണ്, യൂണിവേഴ്സൽ ഫൈബറാണ്. യൂണിവേഴ്സൽ ഫൈബറാണ് കോട്ടൺ. മാറിപ്പോകരുത്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. പൊട്ടത്തെറ്റ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനം കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ശരിയായ പ്രസ്താവനകൾ നിങ്ങൾക്ക് കിട്ടും. 2 ടിക്കറ്റ് ഇട്ടേക്കുന്ന നോക്കിയാൽ ശരി ഇട്ടേക്കുന്ന 2 പ്രസ്താവനകൾ, 1ഉം 2ഉം അല്ലേ? 1ഉം 2ഉം എന്നുള്ള ഓപ്ഷൻ ഏതാണ്? ഇത് നോക്കുക, ഓപ്ഷൻ സി, 1ഉം 2ഉം ശരി. ശരിയായ പ്രസ്താവനയിൽ അവർ ചോദിച്ചേക്കുന്നത് ശരിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദക സംസ്ഥാനം ഗുജറാത്ത്. ശരിയാണ്. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും അതുപോലെ ചെറിയ അളവിലുള്ള വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. 3ാമത്തത്, ഇന്ത്യയിൽ പരുത്തിയുടെ കൃഷിയിൽ ഉൾപ്പെടാത്ത ഭാഗം ഏത്? ഇന്ത്യയിലെ പരുത്തി കൃഷിയിൽ ഉൾപ്പെടാത്ത ഭാഗം ഏത്? ഇന്ത്യയിൽ പരുത്തി കൃഷിയിൽ 3 സ്ഥലങ്ങളുണ്ട്. അതിനകത്ത് ഒരെണ്ണം, ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒരെണ്ണം അതിനകത്ത് ഉൾപ്പെടാത്തതാണ്. ഇന്ത്യയിലെ പരുത്തി ബെൽറ്റ് ഉണ്ട്, കോട്ടൺ ബെൽറ്റിന് ഉൾപ്പെടാത്ത ഒരു ഭാഗം ഏതെന്ന് കണ്ടെത്തണം. 1, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ഉൾപ്പെടുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗം. 2, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന പടിഞ്ഞാറ് ഭാഗം. 3, ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ പീഠഭൂമി ഭാഗങ്ങൾ ഉൾപ്പെടുന്ന തെക്ക് ഭാഗം. ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ സമതലങ്ങളല്ല, പീഠഭൂമി ഭാഗങ്ങൾ ഉൾപ്പെടുന്ന തെക്ക് ഭാഗം. ഇനി 4, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ആന്ധ്ര ഉൾപ്പെടുന്ന കിഴക്ക് ഭാഗം. പശ്ചിമ ബംഗാൾ, ആന്ധ്ര ഉൾപ്പെടുന്ന കിഴക്ക് ഭാഗം. ഏതാണ് പരുത്തിയുടെ കൃഷിയിൽ ഉൾപ്പെടാത്ത ഭാഗം? ഇത് 3ഉമാണ് ഇന്ത്യയിലെ പ്രധാന പരുത്തി ബെൽറ്റ് എന്നറിയപ്പെടുന്നത്. ഈ 3 എണ്ണം കേട്ടോ. ആദ്യത്തെ 3 എണ്ണം പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ഉൾപ്പെടുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗം, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന പടിഞ്ഞാറ് ഭാഗം, ആന്ധ്ര, കർണാടക, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളുടെ പീഠഭൂമി ഭാഗങ്ങൾ ഉൾപ്പെടുന്ന തെക്ക് ഭാഗം. ഇത് 3ഉമാണ് ഇന്ത്യയിലെ എന്ത് മേഖലയാണ്? പരുത്തി മേഖല എന്നറിയപ്പെടുന്നത്. 4ാമത്തെ തെറ്റാണ്. പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടുന്ന കിഴക്ക് ഭാഗം പരുത്തി ബെൽറ്റ് അല്ലെങ്കിൽ കോട്ടൺ ബെൽറ്റിനകത്ത് ഉൾപ്പെടുന്ന ഒരു മേഖലയല്ല എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഉഷ്ണമേഖല നോക്കുക. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഏതാണ് ചോദിച്ചേക്കുന്നത്? ഉഷ്ണമേഖല കേട്ടോ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ ഉൾപ്പെടുന്ന പ്രധാന മരങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ഏതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നത്? മഴക്കാടുകളെയാണ്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അഥവാ മഴക്കാടുകൾ, നല്ലപോലെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനവിഭാഗമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനം. 200 സെന്റിമീറ്ററിന് മുകളിലാണ് ഈ ഭാഗങ്ങളിൽ മഴ ലഭിക്കുന്നത്. 200 സെന്റിമീറ്റർ മുകളിൽ മഴയുള്ള പ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. 200 സെന്റിമീറ്റർ മുകളിൽ മഴയുള്ള പ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ അല്ലേ പറയുന്നത്? അപ്പോൾ ഈ പ്രദേശം എവിടെയൊക്കെ കാണപ്പെടുന്നു? 200 സെന്റിമീറ്റർ മഴ, 200 സെന്റിമീറ്റർ മുകളിൽ മഴ എവിടെയൊക്കെ കാണപ്പെടുന്നു? പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരിവുകൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മേഖല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, പിന്നെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ പ്രദേശങ്ങളൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ 200 സെന്റിമീറ്റർ മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഇന്ത്യയിൽ. അതായത് ഇവിടെയെല്ലാം നിത്യഹരിത വനങ്ങൾ കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട മരങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. 1, റോസ്വുഡ്, അതിന് ഈട്ടി എന്ന് പറയാറുണ്ട്. പിന്നെ ആഞ്ഞിലി, പുസ്തകത്തിൽ അയനി എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആഞ്ഞിലിക്ക്. പിന്നെ എബണി, അതിന് കരി മരുത് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിൽ. മഹാഗണി. ഇനി ഓപ്ഷൻ ബി, തേക്ക്, ചന്ദനം, സാല്. ഓപ്ഷൻ സി, ഈന്തപ്പന, ബബൂല്, കള്ളിമുൾച്ചെടി. ഓപ്ഷൻ ഡി, ഓക്ക്, ചെസ്റ്റ്നട്ട്, പൈന്, ജൂണിപ്പർ, ദേവദാരു. ഏതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മരങ്ങൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന മരങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഈ ഓപ്ഷൻ എ പറഞ്ഞോണം. റോസ്വുഡ്, ആഞ്ഞിലി, എബണി, മഹാഗണി. രണ്ടാമത് നോക്കിക്കേ, തേക്ക്, ചന്ദനം, സാല് എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന മരങ്ങളാണ്. 200 സെന്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൽ തന്നെ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ തന്നെ 2ആയി തരംതിരിക്കുന്നുണ്ട്. വരണ്ട ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളും ആർദ്ര ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളും. അതിൽ 70 തൊട്ട് 100 വരെ മഴയുള്ള പ്രദേശങ്ങളാണ് വരണ്ട ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. 100 തൊട്ട് 200 സെന്റിമീറ്ററിന് മുകളിൽ ഇടയ്ക്ക് മഴയുള്ള പ്രദേശങ്ങളാണ് ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും വനങ്ങൾ കേട്ടോ. ഉഷ്ണമേഖലയിലെ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ 100 തൊട്ട് 200. ഉഷ്ണമേഖലയിലെ വരണ്ട ഇലപൊഴിയും വനങ്ങൾ 70 തൊട്ട് 100 വരെ. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ ഉഷ്ണമേഖല
ഇലപൊഴിയും വനങ്ങൾ കേട്ടോ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിലെ മരങ്ങളാണെന്നുള്ള കാര്യം ഓർക്കുക. ഇംഗ്ലീഷിൽ ഇതിനെ ട്രോപ്പിക്കൽ ഡെസ്യൂഡിയസ് ഫോറസ്റ്റ് എന്ന് വിളിക്കും. ഇലപൊഴിയും വനങ്ങൾ ട്രോപ്പിക്കൽ ഡെസ്യൂഡിയസ് ഫോറസ്റ്റ്. ഇനി ആദ്യത്തേത് നിത്യഹരിത വനങ്ങൾ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വിളിക്കും. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. രണ്ടാമത്തെ ഡെസ്യൂഡിയസ് ഫോറസ്റ്റ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണെന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഇനി 3 ഈന്തപ്പന, ബബൂല്, കള്ളിമുൾച്ചെടി. ഇത് 3 എന്തിന് എക്സാമ്പിളാണ്? ഈന്തപ്പന, ബബൂല്, കള്ളിമുൾച്ചെടിയൊക്കെ ഇവയെല്ലാം ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിക്കാടുകളും എന്ന വനവിഭാഗത്തിൽ പെടുന്നവരാണ്. ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിക്കാടുകളും എന്ന വനവിഭാഗത്തിൽ പെടുന്നവരാണ് ഈന്തപ്പനയും ബബൂലും കള്ളിമുൾച്ചെടിയൊക്കെ. മനസ്സിലായോ? ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ പറഞ്ഞ മരുഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലേക്കാണ് ഉഷ്ണമേഖല ഈ പറഞ്ഞ കുറ്റിക്കാടുകളും മുൾച്ചെടികളും കുറ്റിക്കാടുകളും കാണപ്പെടുന്നത്. 4മതായിട്ട് ഓക്ക്, ചെസ്റ്റ്നട്ട്, പൈൻ, ജൂണിപ്പർ, ദേവദാരു. ഇതെല്ലാം പർവ്വത വനങ്ങൾ എന്ന മൊണ്ടൈൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന വനവിഭാഗത്തിൽപ്പെടുന്ന മരങ്ങളാണ്. ഏതെല്ലാമാണ്? ഓക്ക്, ചെസ്റ്റ്നട്ട്, പൈന്, ജൂണിപ്പർ, ദേവദാരു. ഇതെല്ലാം ഇവിടെ കാണപ്പെടുന്നു പർവ്വത വനങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്ന പർവ്വത വനങ്ങൾ എന്ന ഭാഗത്തിൽപ്പെടുന്ന മരങ്ങളാണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, മൺസൂൺ വനങ്ങൾ എന്ന് പ്രത്യേകമായി അറിയപ്പെടുന്നത് ഏത് വനങ്ങളാണ്? മൺസൂൺ വനങ്ങൾ ഉഷ്ണമേഖല മഴക്കാടുകൾ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിക്കാടുകളും, പർവ്വത വനങ്ങൾ. ഞാൻ 4ന്റെ എക്സാമ്പിൾ നിങ്ങളെ പഠിപ്പിച്ചു കേട്ടോ. എക്സാമ്പിൾ അങ്ങ് പഠിച്ചല്ലോ. ഇപ്പോൾ ഇതിനകത്ത് ഏതാണ് മൺസൂൺ വനങ്ങൾ എന്ന് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത്? മറന്നു പോകരുത്. മൺസൂൺ വനങ്ങൾ എന്ന് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്ന വനവിഭാഗം എന്ന് വെച്ചാൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് മൺസൂൺ വനങ്ങൾ എന്ന ഗണത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട വനവിഭാഗം. മൺസൂൺ വനങ്ങൾ കേട്ടോ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ പ്രധാനപ്പെട്ട മരങ്ങൾ തേക്ക്, സാല്, ചന്ദനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ പറഞ്ഞ മൺസൂൺ വനങ്ങളാണ്. മൺസൂൺ കാലത്ത് മാത്രമേ ഈ പ്രദേശങ്ങളിൽ മഴ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ മൺസൂൺ മാത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഈ ജലത്തിൻ്റെ ആശ്രയം എന്നുള്ളത് കൊണ്ടാണ് ഇവയെ മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നത്. കാരണം ഇവ കടലിൽ നിന്ന് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ്, അല്ലെങ്കിൽ മഴയ്ക്ക് എതിരെ ഓപ്പോസിറ്റുള്ള സൈഡിലാണ് ഇവർ സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ മഴ ലഭിക്കുന്ന പ്രദേശത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. അതുകൊണ്ട് തന്നെ മൺസൂൺ മേഖലയിൽ മൺസൂൺ കാലത്ത് മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ മഴ കിട്ടുന്നത്. അതുകൊണ്ട് ഇവയെ മൺസൂൺ വനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. മൺസൂൺ കഴിയുമ്പോൾ ഈ മരങ്ങൾ അവയുടെ ഇല പൊഴിക്കും. മൺസൂൺ കാലഘട്ടം കഴിയുമ്പോൾ, മൺസൂൺ കാലഘട്ടം മഴ കിട്ടുന്ന കാലഘട്ടമല്ലേ, അത് കഴിയുമ്പോൾ ഈ മരങ്ങൾ അടുത്ത മൺസൂൺ വരെ അതിജീവിക്കുന്നതിന് വേണ്ടി മരങ്ങളുടെ ഇല പൊഴിക്കും. അങ്ങനെയാണ് ഇവയ്ക്ക് ഇലപൊഴിയും വനങ്ങൾ എന്ന പേര് വന്നിട്ടുള്ളത്. മൺസൂൺ മാത്രമല്ല, അല്ലാത്ത സമയത്തും മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് നിത്യഹരിത വനങ്ങൾ. മൺസൂൺ സമയത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്തും മഴ ലഭിക്കുന്നത് കൊണ്ട് അവർക്ക് ഇല പൊഴിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവരാണ് ഇലപൊഴിയും വനങ്ങളെന്ന് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമേത്? നല്ലൊരു ചോദ്യമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമേത്? നല്ലൊരു ചോദ്യം. ആൻസർ ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ് എങ്ങനെ ഉണ്ടാവുന്നത്? കറുത്ത മണ്ണ് ലാവാ ശിലകൾ പൊടിഞ്ഞാണ് കറുത്ത മണ്ണ് ഉണ്ടാവുന്നത്. ലാവാ ശിലകൾ പൊടിഞ്ഞാണ് കറുത്ത മണ്ണ് ഉണ്ടാവുന്നത്. കറുത്ത മണ്ണിനെ ഏതൊക്കെ പേരുകൾ വിളിക്കുന്നുണ്ട്? റിഗർ മണ്ണ്, ചെർണോസം, റിഗർ മണ്ണ്, ചെർണോസം, കരിമണ്ണ്. ഈ കറുത്ത മണ്ണ് തന്നെയാണ് ഈ കരിമണ്ണ്. ബ്ലാക്ക് സോയിൽ തന്നെയാണ് കരിമണ്ണെന്നും പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ റിഗർ മണ്ണ്, ചെർണോസം, കരിമണ്ണ് എന്നെല്ലാം അറിയപ്പെടുന്ന കറുത്ത മണ്ണാണ്. ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണിത്. ലാവാശിലകൾ, പ്രത്യേകിച്ച് ലാവാശിലകളിൽ ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലാവാശില ബസാൾട്ടാണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമി എന്താണ്? ഡെക്കാൻ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും അധികം ലാവാ ശിലകൾ കാണപ്പെടുന്ന ഭാഗം ഡെക്കാൻ ട്രാപ്പാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. ഡെക്കാൻ പീഠഭൂമിയിൽ കൂടുതൽ കാണപ്പെടുന്ന ലാവാശില ഏതെന്ന് ചോദിച്ചാൽ, ആഗ്നേയശില ഏതെന്ന് ചോദിച്ചാൽ ബസാൾട്ടാണ്. ബസാൾട്ട് പൊടിയുമ്പോൾ ഉണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. അതിൻ്റെ മറ്റു പേരുകളാണ് റിഗർ, ചെർണോസം, കരിമണ്ണ് തുടങ്ങിയവ. ഈർപ്പത്തെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച് നിർത്താനുള്ള കഴിവുള്ള മണ്ണിനുമാണ് കറുത്ത മണ്ണ്. സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്ന് വിശേഷണമുള്ളത് കറുത്ത മണ്ണിനാണ്. സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്ന് വിശേഷണമുള്ളത് കറുത്ത മണ്ണിനാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അതിനാൽ തന്നെ കറുത്ത പരുത്തി മണ്ണ് എന്നുകൂടി ഈ മണ്ണിനെ വിളിക്കുന്നുണ്ട്. ക്ലിയർ? ഇനി ചെമ്മണ്ണ്, റെഡ് സോയിൽ. ചെമ്മണ്ണ് എന്ന് പറയുമ്പോൾ റെഡ് സോയിൽ. ഡെക്കാൻ പീഠഭൂമിയുടെ ഇരുവശങ്ങളിലുമായിട്ട് ആഗ്നേയ ശിലകളും അതുപോലെ കായാന്തരിത ശിലകളും പൊടിയുമ്പോൾ ഉണ്ടാകുന്ന മണ്ണാണ് ഇത് ചെമ്മണ്ണെന്ന് പറയുന്നത്. ഇതിനകത്താണ് അയണിൻ്റെ, ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനകത്ത് അതിന് ചെമ്മണ്ണ് ആ ഒരു കളറ്, റെഡ് കളറ് വന്നിട്ടുള്ളത്. ഇനി എക്കൽ മണ്ണ്,
അലൂവിയൽ സോയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. നദികളാണ് എക്കൽ മണ്ണ്, അല്ലെങ്കിൽ നദീതീരങ്ങളിലാണ്, അല്ലെങ്കിൽ എക്കൽ മണ്ണിൻ്റെ പ്രധാനപ്പെട്ട വാഹകരെന്ന് ചോദിച്ചാൽ നദികളാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തര മഹാസമതലത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. എത്ര ശതമാനം ഉണ്ടെന്നറിയോ ഇന്ത്യയിൽ എക്കൽ മണ്ണ്? 40% ഇന്ത്യയിൽ എക്കൽ മണ്ണാണ്. മൊത്തം മണ്ണിനങ്ങളിൽ 40% എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് ഉത്തര മഹാസമതലത്തിലാണ്. ഉത്തര മഹാസമതലത്തിൽ അവിടുത്തെ പുതിയ എക്കൽ മണ്ണാണ് ഖാദർ, അവിടുത്തെ പഴയ എക്കൽ മണ്ണാണ് ഭംഗർ. പുതിയ എക്കൽ മണ്ണ് ഖാദർ, പഴയ എക്കൽ മണ്ണ് ഭംഗർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ചെങ്കൽ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണെന്നറിയപ്പെടുന്നത്. ചെങ്കൽ മണ്ണ് തന്നെയാണ് ലാറ്ററൈറ്റ് മണ്ണെന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് കേട്ടോ. ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. അത് അലൂവിയൽ സോയിൽ എന്നറിയപ്പെടുന്നു. ക്ലിയർ അല്ലേ? നദികളുടെ തീരങ്ങളിലായിരിക്കും പ്രധാനമായിട്ടും അലൂവിയൽ സോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, ധാരാളം ജലം മണ്ണിലേക്ക് ഇറങ്ങുകയും കാൽസ്യം, സിലിക്ക എന്നീ മൂലകങ്ങൾ ജലത്തിൽ ലയിച്ച് ഒലിച്ചു പോവുകയും ചെയ്യുന്ന മണ്ണിന് ഏത്? അപ്പോൾ ധാരാളം ജലം മണ്ണിലേക്ക് ഇറങ്ങുകയും ആ മണ്ണിലടങ്ങിയിട്ടുള്ള ചെറിയ തോതിലുള്ള ലവണാംശം സൃഷ്ടിക്കുന്ന, മണ്ണിന് ഒരു അസിഡിക് ലവണാംശത്തെക്കാൾ കൂടുതൽ ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു ഒരു പ്രോപ്പർട്ടി നൽകുന്ന, കാൽസ്യത്തിന് ചെറിയൊരു ലവണാംശമുണ്ട്, അതുപോലെ തന്നെ ഈ സിലിക്ക അത് ഒരു അസിഡിക് പ്രോപ്പർട്ടി മണ്ണിന് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ജലത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ട് മണ്ണ് കുറച്ചും കൂടെ ഫലഭൂഷ്ടമായി മാറാറുണ്ട്. ഈ ഒരു പ്രവൃത്തി വിളിക്കുന്ന പേര് ലീച്ചിങ്. എന്താ വിളിക്കുന്നത്? ലീച്ചിങ്. ഏത് മണ്ണിലാണ് ഈ ലീച്ചിങ് എന്ന പ്രവൃത്തി കൂടുതലായിട്ട് നടക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കിക്കേ. കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. ആൻസർ ലാറ്ററൈറ്റ് മണ്ണാണ്. ചെങ്കൽ മണ്ണെന്നറിയപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണിലാണ് ലീച്ചിങ് എന്ന പ്രവൃത്തി നടക്കുന്നത്. എന്താണ് ലീച്ചിങ്? ധാരാളം ജലം മണ്ണിലേക്ക് ഇറങ്ങുകയും മണ്ണിലടങ്ങിയിട്ടുള്ള കാൽസ്യം, സിലിക്ക എന്നീ മൂലകങ്ങൾ ആ ജലത്തിൽ ലയിച്ച് അലിഞ്ഞ് ഒലിച്ചു മാറ്റപ്പെടുകയും ചെയ്യുന്നു, അവിടുന്ന് ഒലിച്ചു പോവുകയും ചെയ്യുന്നു അല്ലേ? അങ്ങനെ മണ്ണ് കുറച്ചും കൂടെ ഫെർട്ടൈലായി മാറാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു. ഈ പ്രവൃത്തിയുടെ പേരാണ് ലീച്ചിങ്. അത് ഏത് മണ്ണിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്ററൈറ്റ് മണ്ണിലാണ്. ഇനി ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഹൈഡ്രേഷനും ഡീഹൈഡ്രേഷനും നമുക്കറിയാം. ജലം നഷ്ടപ്പെട്ടാൽ ഡീഹൈഡ്രേഷനാണ്, ജലം ലഭിച്ചാൽ അത് ഹൈഡ്രേഷനാണ്. അതായത് നനവ് ഉണ്ടാകുമ്പോൾ, കൂടുതൽ നനഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ നനവ് കൂടുതലാകുമ്പോൾ, അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺസ് കൂടുതൽ ലഭിക്കുമ്പോൾ മഞ്ഞ നിറത്തിലേക്ക് മാറ്റപ്പെടുന്ന മണ്ണ് ഏത്? ഇന്ത്യയിൽ യെല്ലോ സോയിൽ എന്നറിയപ്പെടുന്ന ഒരു സോയിൽ ഇല്ല. ഏതോ ഒരു മണ്ണാണ് മഞ്ഞ നിറത്തിലേക്ക് മാറ്റപ്പെടുന്നത്. ഇന്ത്യയിലെ ഏതോ ഒരു മണ്ണാണ് മഞ്ഞ നിറത്തിലേക്ക് മാറ്റപ്പെടുന്നത്. എന്ത് ശേഷമാണ്? ഹൈഡ്രേഷൻ എന്ന പ്രോസസ്സിന് ശേഷമാണ്. അത് ഏത് മണ്ണാണ്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. പറയാം ആർക്കെങ്കിലും? ആൻസർ ബി ആണ്, ചെമ്മണ്ണ് കേട്ടോ. ചെമ്മണ്ണാണ്, റെഡ് സോയിലാണ് ഹൈഡ്രേഷൻ എന്ന പ്രോസസ്സിന് ശേഷം ഏത് നിറത്തിലേക്ക് മാറ്റപ്പെടുന്നത്? മഞ്ഞ നിറത്തിലേക്ക് മാറ്റപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാന മിനറൽ ബെൽറ്റുകൾ ഏതെല്ലാം? ഇന്ത്യയിൽ ഏറ്റവും അധികം മിനറൽസ് കാണപ്പെടുന്ന പ്രദേശങ്ങളെ നമ്മൾ 3 മിനറൽ ബെൽറ്റായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 3 മിനറൽ ബെൽറ്റുകളുണ്ട്. ഇതിനകത്ത് ഏതെല്ലാമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിനറൽ ബെൽറ്റ്? ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തെറ്റാണോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. 1 വടക്ക് കിഴക്കൻ പീഠഭൂമി മേഖല, 2 തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമി മേഖല, 3 വടക്ക് പടിഞ്ഞാറൻ മേഖല. ഒന്നുകൂടെ പറയാം, വടക്ക് കിഴക്കൻ പീഠഭൂമി മേഖല, തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമി മേഖല, വടക്ക് പടിഞ്ഞാറൻ മേഖല. ഇതിനകത്ത് ഏതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിനറൽ ബെൽറ്റുകൾ എന്നറിയപ്പെടുന്നത്? ഇതെല്ലാം ഇന്ത്യയിലെ പ്രധാന മിനറൽ ബെൽറ്റുകളാണ്, എല്ലാം 3. ഇന്ത്യയിലെ മിനറൽ ബെൽറ്റുകളുടെ ചിത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി മേഖല. അത് ഇവിടം വരെയുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ ഓൾമോസ്റ്റ് വടക്ക് കിഴക്കായിട്ട് വരുന്ന പ്രദേശത്തു നിന്ന് മൊത്തം തുടങ്ങുക. ഇതാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി മേഖല. രണ്ടാമത്തത് ഈ ഭാഗമാണ്, അത് തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമി മേഖല. രണ്ടാമത്തത് തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമി, തെക്ക് പടിഞ്ഞാറനല്ല, തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമി മേഖല. അത് ഇവിടെ വരും, ഇത് തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമി മേഖല. ഓക്കെ, രണ്ടാമത്തത്. മൂന്നാമത്താണ് വടക്ക് പടിഞ്ഞാറൻ മേഖല കേട്ടോ. മൂന്നാമത്താണ് ഇത് വടക്ക് പടിഞ്ഞാറൻ മേഖല. മൂന്നാമത്തത് ഇതാണ് മൂന്നാമത്തെ വടക്ക് പടിഞ്ഞാറൻ മേഖല. ഇതാണ് രണ്ടാമത്തത് തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമി മേഖല. അപ്പോൾ ഇതാണ് ഒന്നാമത്തത് വടക്ക് കിഴക്കൻ പീഠഭൂമി മേഖല. ഒന്നുകൂടെ പറയാം. 1 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിനറൽ ബെൽറ്റുകൾ കണ്ടോ, മിനറൽ ബെൽസ് ഇൻ ഇന്ത്യ. ഏതൊക്കെ മിനറൽ എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ 3 മിനറൽ ബെൽസ് ആണ്. ഒന്നാമത്തത് വടക്ക് കിഴക്കൻ പീഠഭൂമി മേഖല, രണ്ടാമത്തത് ഇത് തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമി മേഖല. നമ്മുടെ കർണാടകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഗോൾഡൊക്കെ കൂടുതൽ ലഭിക്കുന്ന കർണാടകയൊക്കെ ഇവിടെ വരുന്നത്. തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമി മേഖലയിലെ വരുന്നത് കേട്ടോ, തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമി മേഖല. മൂന്നാമത്തത്
വടക്ക് പടിഞ്ഞാറൻ മേഖല. വടക്ക് പടിഞ്ഞാറൻ മേഖല, അത് പീഠഭൂമി മേഖലയായിട്ട് പറയുന്നില്ല പുസ്തകത്തിൽ, വടക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിരുകളിൽ ഏറ്റവും അധികം ഇരുമ്പിൻ്റെ അംശമുള്ള അയിര് ഏത്? ഇന്ത്യയിൽ ധാരാളം ഇരുമ്പയിര് നമുക്ക് ലഭിക്കുന്നുണ്ട്, അയൺ ഓർ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതിൻ്റെയൊക്കെ ലിസ്റ്റ് നമുക്ക് ഈ ഓപ്ഷനകത്ത് തന്നെ ഉണ്ട്, അയൺ ഓർസ് അല്ലേ. ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ലിമോണൈറ്റ് എന്നൊക്കെ പേരിൽ നമുക്ക് ഇന്ത്യയിൽ അയൺ ഓർസ് ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ലഭിക്കുന്ന ഇരുമ്പയിരുകളിൽ ഏറ്റവും അധികം ഇരുമ്പിൻ്റെ അംശമുള്ള അയിര് ഏത് എന്നാണ് ചോദ്യം. പഠിച്ചോണം, ആൻസർ ഓപ്ഷൻ ബി ആണ്, മാഗ്നറ്റൈറ്റ് ആണ് കേട്ടോ. ഏറ്റവും അധികം ഇരുമ്പിൻ്റെ അംശമുള്ള അയിര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന, ഇന്ത്യയിൽ ലഭിക്കുന്നതിൽ മാഗ്നറ്റൈറ്റ് ആണ്. നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ലഭിക്കുന്ന ഇരുമ്പയിരുകളിൽ ഏറ്റവും അധികം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഇരുമ്പയിര് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യയിൽ ലഭിക്കുന്ന ഇരുമ്പയിരുകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പിൻ്റെ അംശമുള്ള അയിര് ഏതെന്നുള്ളതാണ് ചോദ്യം. അതേതാണ്? മാഗ്നറ്റൈറ്റ് ആണ്. നമ്മുടെ പുസ്തകത്തിൽ NCERT ടെക്സ്റ്റിനകത്ത് ഖനന മേഖല, ഇന്ത്യയിലെ ഖനനവും വ്യവസായം എന്നുള്ള പാഠത്തിനകത്ത് കൃത്യമായിട്ട് ഈ മാഗ്നറ്റൈറ്റിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ബെൽറ്റുകൾ ഏതെല്ലാം? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ബെൽറ്റുകൾ ഏതെല്ലാം? നമുക്ക് 4 അയണോർ ബെൽറ്റുകൾ ഇന്ത്യയിലുള്ളത് കേട്ടോ. ഇന്ത്യയിൽ നമുക്ക് എത്ര അയണോർ ബെൽറ്റ് ഉണ്ട്? 4 അയണോർ ബെൽറ്റ് ഉണ്ട്. ഇതിനകത്ത് ഇവിടെ 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 4 അയണോർ ബെൽറ്റ് നമുക്ക് നോക്കാം. 1 ഒഡീഷ ജാർഖണ്ഡ് ബെൽറ്റ്, 2 ദുർഗ് ബസ്താർ ചന്ദ്രാപൂർ ബെൽറ്റ്, 3 മഹാരാഷ്ട്ര ഗോവ ബെൽറ്റ്, 4 ബെല്ലാരി ചിത്രദുർഗ ചിക്കമംഗളൂർ ബെൽറ്റ്, 5 കേരള തമിഴ്നാട് ബെൽറ്റ്, 6 കാശ്മീർ ഹിമാചൽ ബെൽറ്റ്. 4 പ്രധാനപ്പെട്ട ഇരുമ്പയിര് ബെൽറ്റുകളാണ് നമുക്കുള്ളത്. അതിൻ്റെ ചിത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുക, ഒന്നാമത്തെ റെഡ് കളറാണ് ഒന്നാമത്തെ കൊടുത്തേക്കുന്നത്, ഒഡീഷ ജാർഖണ്ഡ് ബെൽറ്റ്. രണ്ടാമത്തെ ഇതാണ് മധ്യപ്രദേശും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും തെലങ്കാന ഒഡീഷയൊക്കെ വരുന്ന ദുർഗ് ബസ്താർ ചന്ദ്രാപൂർ ബെൽറ്റ്. മൂന്നാമത്തെ ഇതാണ് മൂന്നാമത്തെ മഹാരാഷ്ട്ര ഗോവ ബെൽറ്റ്. ഈ 2 സംസ്ഥാനങ്ങളെ വരുന്നുള്ളൂ. 4മത്തെ പ്രധാനമായിട്ട് ഈ കർണാടകയും അതുപോലെ തന്നെ ആന്ധ്രയുടെ കുറച്ച് കർണാടകയും ആന്ധ്രയുടെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. ബെല്ലാരി ചിത്രദുർഗ ചിക്കമംഗളൂർ തുംകൂർ ബെൽറ്റ്. പ്രധാനമായിട്ട് കർണാടകയാണ് വരുന്നത് കേട്ടോ. കർണാടക എന്ന സംസ്ഥാനത്താണ് കൂടുതലും വരുന്നത് കേട്ടോ. കുറച്ച് ആന്ധ്രയുടെ ഭാഗത്തേക്കും വ്യാപിക്കുന്നുണ്ട്. അതാണ് ബെല്ലാരി ചിത്രദുർഗ ചിക്കമംഗളൂർ തുംകൂർ ബെൽറ്റ്. 4 ബെൽറ്റുകൾ. ഒന്നാമത്തെ ഒഡീഷ ജാർഖണ്ഡ് ബെൽറ്റ്, രണ്ടാമത്തെ ദുർഗ് ബസ്താർ ചന്ദ്രാപൂർ ബെൽറ്റ്, മൂന്നാമത്തത് മഹാരാഷ്ട്ര ഗോവ ബെൽറ്റ്, 4മത്തത് ബെല്ലാരി ചിത്രദുർഗ ചിക്കമംഗളൂർ തുംകൂർ ബെൽറ്റ്. 4 ബെൽറ്റുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഇല്ലാത്ത ഏതെല്ലാമാണെന്ന് നോക്കിക്കേ. കേരള തമിഴ്നാട് ബെൽറ്റ് ആ ഓപ്ഷനിൽ ഇല്ലായിരുന്നു. കാശ്മീർ ഹിമാചൽ ബെൽറ്റ് ആ ഓപ്ഷനിൽ ഇല്ലായിരുന്നു അല്ലേ. ബാക്കി 4 എണ്ണവും ഇന്ത്യയിലെ 4 പ്രധാനപ്പെട്ട അയണൂർ ബെൽറ്റുകളായിട്ട് കരുതപ്പെടുന്നവയാണ്. 1, 2, 3, 4 എന്നിവയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. അതാണ് നമ്മുടെ ആൻസർ കേട്ടോ, ഓപ്ഷൻ ബി. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അയണൂർ ബെൽറ്റ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഖനന മേഖലകൾ, ഇന്ത്യയിലെ കോട്ടൺ, അതുപോലെ തന്നെ ഗോതമ്പ്, അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനവിഭാഗങ്ങൾ എന്നിവയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതോടെ 5മത്തെ എപ്പിസോഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. NCERT സീരീസ് പാർട്ട് 5 നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് 4 ഒക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെയുണ്ട്. ഏത് തംബ്നെയിൽ നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ തംബ്നെയിൽസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ ആ തംബ്നെയിൽസ് പറയുന്നുണ്ട്. ഏതൊക്കെ പാഠങ്ങൾ നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. +1 മുഴുവൻ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തു. +2 2 ചാപ്റ്റേഴ്സ് ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു. ഇനി 2 ചാപ്റ്റേഴ്സും കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലോ അതിൻ്റെ അടുത്ത ക്ലാസ്സിലോ ചിലപ്പോൾ 1-2 ക്ലാസ് വേണ്ടി വരും. 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഒത്തിരി നമ്മൾ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് ഒത്തിരി നീണ്ടുപോകും, നിങ്ങൾക്കും ബോറാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അരമണിക്കൂറിനകത്ത് നിർത്തി നമ്മൾ ക്ലാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ. ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ പരിശ്രമം ഉണ്ടാവണം. നമ്മുടെ കഠിനാധ്വാനം, നമ്മുടെ അധ്വാനത്തിനുള്ള ഫലം നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. അത് കൂടുതലും കിട്ടത്തില്ല, കുറവും കിട്ടത്തില്ല. നമ്മുടെ പരിശ്രമത്തിനുള്ള ഫലം നമുക്ക് കിട്ടും അല്ലേ. വളരെ ധൈര്യത്തോടായിരിക്കുക. എക്സാം ഒക്കെ അടുക്കുന്നതോടും കൂടി വളരെ ടെൻസ്ഡ് ആവുകയൊന്നും ചെയ്യരുത്, നെഗറ്റീവ് ആവരുത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കും അല്ല, നല്ലത് നമുക്ക് ലഭിക്കും, നല്ലത് ജീവിതത്തിൽ സംഭവിക്കാം. വിശ്വാസത്തിന് മുമ്പോട്ട് പോവുക കേട്ടോ. വേറെ ഒന്നും ഒത്തിരി ഓവർ ടെൻസ്ഡ് ആവണ്ട. എക്സാംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുമല്ലേ, ഒരെണ്ണം പോയാൽ മറ്റൊരെണ്ണം, അങ്ങനെയൊക്കെ നമുക്ക് ആശ്വസിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം കേട്ടോ. എന്ന് പറഞ്ഞാൽ അങ്ങ് നീണ്ടു പോകരുത്. നമുക്ക് ഒരു എക്സാം കഴിഞ്ഞാൽ മറ്റൊരു എക്സാം, അങ്ങനെ ആ ഒരു ലെവലിൽ നമുക്ക് PSC എക്സാംസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒന്ന് കയറാൻ നമുക്ക് പറ്റും. അല്ലാതെ ആരും ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കേണ്ട. ജീവിതത്തിൽ ഇവിടെ ആകാൻ പറ്റിയില്ല എന്ന വിഷമമൊന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു എക്സാം പാസ്സാവുന്നില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്ക് അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും. നമ്മുടെ കഠിനാധ്വാനം തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അധ്വാനത്തിനുള്ള ഫലമേ നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അത് കൂടുതലുമില്ല, കുറവില്ല. അത് മനസ്സിൽ വെക്കുക കേട്ടോ. താങ്ക് യു.